എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിഷു ഒക്കെ അടുത്ത് വരാറായല്ലോ. ഈ വിഷുവിന് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു പായസം കൂടിയാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പശുവും പാലും ശർക്കരയും വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത്. പിരിഞ്ഞു പോകാതെ നമുക്ക് പശുവും പാലും ശർക്കരയും വെച്ചിട്ട് ഈ ഒരു ടേസ്റ്റി പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഈസി ആയിട്ടുള്ള പായസക്കൂട്ട് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്ക് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. നമ്മൾ ചൗവരിയും ചെറുപയറും വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ചൗവരി ആവശ്യമുണ്ട്. ചൗവരി ഞാൻ ഒരു 1/2 മണിക്കൂർ കഴുകിയിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചൗവരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. നല്ല തണുത്ത വെള്ളത്തിൽ 2-3 തവണ ഒന്ന് കഴുകി അതിൻ്റെ ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത് ചൗവരിയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും കൂടെ ചേർന്നിട്ടാണ്. 1/2 കപ്പ് അളവിൽ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കഴുകിയിട്ട് കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചതൊന്ന് വേവിച്ചെടുക്കണം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 അച്ച് ശർക്കരയും ഒരു ചെറിയ പീസ് ശർക്കരയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഉരുക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. 3/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര അങ്ങ് ഉരുക്കിയെടുക്കാം. ഉരുക്കി അരിച്ചെടുത്തിട്ടാണ് നമ്മൾ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അളവിൽ കൂടുതൽ വെള്ളവും ചേർത്ത് കൊടുക്കില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും. ഈ ഒരു അളവിൽ വെള്ളം ചേർത്താൽ കറക്റ്റ് പരുവമാണ്. ഈ ഉരുക്കി എടുത്തിരിക്കുന്ന ശർക്കര നമുക്ക് അരിച്ചെടുക്കണം. അത് അരിച്ചൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കുറച്ച് കശുവണ്ടി ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് പായസത്തിലോട്ട് റൈസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ ഒരു ടൈമിൽ മൂപ്പിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി വേവിച്ചെടുത്തിരിക്കുന്ന ഈ പരിപ്പ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഗീയിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഗീയിലൊന്ന് മൂപ്പിക്കാതെയാണല്ലോ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചത്. ഗീ കിടന്ന് നല്ല രീതിയിൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വരട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്തിട്ട് നമ്മൾ പായസമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പായസം തയ്യാറാക്കി എടുക്കാൻ വെറും 10 മിനിറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വിഷുവൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വിഷുവിന് തീർച്ചയായിട്ടും ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. ഇപ്പോൾ ചെറുപയർ പരിപ്പൊക്കെ വരട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഗീയിൽ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇവ രണ്ടും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചൗവരി ചെറുതായിട്ട് കട്ട പിടിച്ച പോലെ ഇരിപ്പുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആ കട്ടയൊക്കെ മാറി നമുക്കത് നല്ല ലൂസായി കിട്ടുകയും ചെയ്യും. ചെറുപയർ പരിപ്പും ചൗവരിയും കൂടെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അളവിൽ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടെ ചേർത്ത് നമ്മൾ ഇനി കൈവിടാതെ തന്നെ ഇളക്കി പാല് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. തേങ്ങാപ്പാലൊന്നും അല്ല ചേർത്ത് കൊടുത്തേക്കുന്നത്, പശുവും പാല് തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം ചെറുപയർ പരിപ്പൊക്കെ വെന്തതായതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ഈ പാലും കൂടെ ചേർത്ത് നമുക്കൊന്ന് തിളച്ച് കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുകൊണ്ട് വിഷുവിന് നമ്മൾ പലതരം കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം സമയം നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ഈ ഒരു രീതിയിൽ പായസം തയ്യാറാക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആണെങ്കിലോ നല്ല കിടു ടേസ്റ്റായിട്ടുള്ള ഒരു പായസം കൂടിയാണ്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാലൊക്കെ ചേർത്ത് കൊടുത്ത് പാലും കൂടെ തിളച്ച് ഒന്ന് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ചൂടോടുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് വിരലുകൊണ്ടൊന്ന് തൊടുമ്പോൾ നമുക്ക് പൊള്ളാത്തൊരു പരുവത്തിലുള്ള ചൂടുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാകുമ്പോൾ മാത്രമേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ ചൂടൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊട്ടാൽ പൊള്ളാത്തൊരു പരുവത്തിലുള്ള ചൂടായിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ 3/4 കപ്പ് അളവിൽ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പായസം ഒത്തിരി ലൂസായി പോകും. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അന്നേരം തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ കൂട്ടുകാർ ഇതുപോലെ പായസം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാതെ നിങ്ങൾക്ക് പശുവും പാലും ശർക്കരയും വെച്ചിട്ട് ഈസി ആയിട്ട് പായസം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
ശർക്കരപ്പാനി ചേർക്കുന്ന സമയത്ത് ഞാൻ സ്റ്റൗ ഒന്നും ഓണാക്കിയിട്ടില്ല, സ്റ്റൗ ഓഫായിരുന്നു. ഇനി ഞാൻ ചെറിയ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിലോട്ടാക്കി നമുക്ക് ചെറുതായിട്ട് കൈവിടാതെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് പായസം. ഒരു ചെറിയ ലൂസ് കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ഓഫ് ചെയ്തെടുക്കണം. കാരണം ചൂടാറി വരുമ്പോഴത്തേക്കിന് പായസം കുറച്ചും കൂടെ ടൈറ്റായിട്ട് വരത്തതേ ഉള്ളൂ. കാരണം ചവ്വരിയും ചെറുപയറുപരിപ്പും ഒക്കെ ആയതുകൊണ്ട് ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. മൂപ്പിച്ച് വെച്ചിരുന്ന കശുവണ്ടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിലൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലൂസ് കൺസിസ്റ്റൻസി തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ലതുപോലെ കുറുകി കണ്ട ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും. ചൂടൊക്കെ ആറി തണുത്ത ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പം നല്ല കിടു ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് കൂട്ടുകാർക്ക് തയ്യാറാക്കി എടുക്കാവുന്ന രുചികരമായിട്ടുള്ള ഒരു പായസമാണ്. ഒരു തവണ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു പായസം തയ്യാറാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു പായസം കൂടിയാണ് പങ്കുവച്ചത്. ആ ചൗരിയൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരിക്കുന്നു. ചെറിയ മുത്തുമണികൾ പോലുള്ള ഒരു പായസം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.